എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷൻ ടോപ്പ് സ്റ്റാറിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ എൻ്റെ ഒരു ദിവസം ഏതാണ്ട് 3 to 4 hours ഞാൻ സ്പെൻഡ് ചെയ്തത് 2 പ്രീ സ്കൂളിലായിരുന്നു. എനിക്കത് വളരെ കൗതുകകരമായ കാര്യങ്ങളാണ് എനിക്കവിടെ കാണാൻ സാധിച്ചത്. അതിലുപരി ഞാൻ മനസ്സിലാക്കാൻ സാധിക്കാത്ത മറ്റു ചില കാര്യങ്ങളും എനിക്ക് ഈ പ്രീ സ്കൂളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചു. അത് ബഹുമാനപ്പെട്ട പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് ഈ വീഡിയോ. ഞാൻ ഏതാണ്ട് ഒരു 10:30 ഒരു സ്കൂൾ വിസിറ്റ് ചെയ്യുന്നത്. പ്രീ സ്കൂൾ സംബട്ട് ബെറ്റർ, നല്ല രീതിയിൽ നടത്തുന്ന ഒരു സ്ഥാപനമാണ്. LKG UKG പിന്നെ അതിന് മുകളിൽ സ്കൂളുകളുണ്ട്. വലിയൊരു ക്യാമ്പസാണ്. സോ ഞാൻ പ്രത്യേകിച്ച് സ്കൂളിൻ്റെ പേര് പറയുന്നില്ല, കാരണം അതിന് ഒരു പരസ്യ മോഡലായിപ്പോൾ, അതുകൊണ്ട് ഇറ്റ് ഈസ് എ കോമൺ തിങ്സ്. ഞാൻ പ്രധാനമായി അവിടെ കാണാൻ സാധിച്ചത് ഈ ഒരു സ്കൂളിൽ, അതായത് UKG സ്കൂൾ ക്ലാസ് ഞാൻ കടന്നപ്പോൾ അവിടെ കണ്ടത് 2 ടീച്ചറെയാണ്, 2 ടീച്ചേഴ്സ്. ഞാൻ പറഞ്ഞു ഞാനിങ്ങനെയാണ്, ചെറിയ എൻ്റെ വിവരങ്ങൾ അറിയാൻ വേണ്ടി വന്നതാണ്. ഷീ ടോൾഡ് ഓക്കെ, നോ പ്രോബ്ലം. അപ്പം ഞാനങ്ങ് വീക്ഷിക്കായിരുന്നു. കുട്ടികളൊക്കെ ഉണ്ട്, ഓരോ വിഭിന്ന ക്യാരക്ടേഴ്സാണ് ഈ കുട്ടികൾ. അവർ ഉപയോഗിക്കുന്ന ബാഗ് ഇങ്ങനെ പലതും പല വെറൈറ്റിയാണ്. നല്ല സുന്ദരി കുട്ടികളൊക്കെയാണ് പയ്യന്മാരും. ഒരുത്തൻ്റെ ഒരു കമൻസ്, അത് അവൻ ആദ്യം കാണുന്ന ഒരു പുതിയ ടീച്ചറാണ്. ടീച്ചറിൻ്റെ പേരെന്താണ്? ടീച്ചർ പറയാമല്ലോ. പറയണം, അച്ഛനും അമ്മയും ചോദിക്കുമ്പോൾ ചോദിക്കില്ലേ, അപ്പം ഞാൻ പേര് പറയണം, അതിനാ. ഓക്കെ ടീച്ചറിൻ്റെ പേര് പറഞ്ഞു. അവന് വലിയ ഹാപ്പിയായി. പക്ഷെ അടുത്തൊരുത്തൻ വളരെ ക്വൈറ്റായിട്ടിരിക്കുകയായിരുന്നു. അവനൊരു കുഴപ്പമില്ല. ആൾ ഓഫ് ദ സഡൻ ഇവൻ അങ്ങോട്ട് പൊട്ടിക്കരഞ്ഞു. വി ഗോട്ട് ഷോക്ക്. എന്താ പ്രോബ്ലം? അപ്പോൾ ടീച്ചർ പോയി, എന്ത് കുട്ടി മോൻ, എന്ത് പറ്റി? അതേ, എൻ്റെ അടുത്തിരുന്നവൻ അവൻ കരഞ്ഞു, അവൻ കരയാൻ പോണു, അതുകൊണ്ട് എനിക്കത് ഞാനും അതുപോലെ അങ്ങോട്ട് കരഞ്ഞു, അത്രയേ ഉള്ളൂ. ഇത്രയേ ഉള്ളൂ. ആ മോൻ കരയണ്ട. പിന്നെ അവനോടും പറയും കരയണ്ട. ഈ സമ്മർദ്ദത്തിലാകുന്നത് ഒരു ടീച്ചർ, അവർ ഏതെല്ലാം രീതിയിലാണ് സമ്മർദ്ദത്തിലായി പോണ ഇതാണ്. അപ്പോൾ കാണാൻ ഒരു പെൺകുച്ചു പറ, ടീച്ചറെ എൻ്റെ ഉമ്മച്ചി ഒന്ന് കാണാൻ പറ്റുമോ? ഉമ്മച്ചി? അതെ, ഉമ്മച്ചി എവിടെ കാത്തിരിപ്പുണ്ട്? ഉമ്മച്ചി തനിച്ചാ, ഉമ്മച്ചി വീട്ടിൽ പോവില്ല. കൊച്ചു കുഞ്ഞാണ്. UKG സ്റ്റുഡൻറ്റ് ടോക്കിങ്. ആ ടീച്ചറിനോട് ഉമ്മച്ചി എന്ന് വെച്ചാൽ അവളുടെ മദർ അവിടെ കാത്തിരിക്കുകയാണ്. ഉമ്മച്ചി തനിച്ച് പോവില്ല. ഉമ്മച്ചിക്ക് ഇവളെ കൂട്ടെന്ന് പറയുന്നത്, മോളെ കൂട്ട്. നല്ലതാണല്ലോ. അപ്പോൾ ഒന്നും നോക്കൂ ടീച്ചറിലെ, കുഴപ്പമില്ല, ഞാൻ പോയി നോക്കാം. അപ്പോൾ ഞാൻ നോക്കിക്കോളാം, മോൾ അവിടെ ഇരുന്നുള്ളൂ. അപ്പോൾ ടീച്ചർ പോവും അല്ലേ? അത് കുശല പ്രശ്നം. അത് ഓരോ കുട്ടികളും ഒരു വെറൈറ്റിയാണ്. യഥാർത്ഥത്തിൽ ആ കുട്ടികളെ മാനേജ് ചെയ്യാമെന്ന് പറഞ്ഞ് ഇറ്റ് ഈസ് നോട്ട് എ ഈസി തിങ്. പ്രധാനമായിട്ടും നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മൾ +2 കോളേജിലോ ഇവിടെയൊക്കെ പോയി മെച്ചൂർഡാകുന്ന കുട്ടികളാണ്. ഇവരുടെ ബേസിക് എന്ന് പറയുന്നത് പാവം ഈ ഈ പ്രീ സ്കൂളുകളാണ്. യഥാർത്ഥത്തിൽ ആ ഒരു സത്യം നാം ആരും അറിയുന്നില്ല. ശരിക്കും ഒരു പേരൻസിലുപരി ഏറ്റവും കൂടുതൽ സ്ട്രെയിൻ എടുക്കുന്നത് ഈ പ്രീ സ്കൂളിലെ ടീച്ചേഴ്സാണ്. അവരുടെ കുറിച്ച്, അവരുടെ മാഹാത്മ്യത്തെക്കുറിച്ച്, അവരുടെ സൗമ്യതയെക്കുറിച്ച്, അവരുടെ ക്ഷമയെക്കുറിച്ച് അത് ഒരിക്കലും പറഞ്ഞ് അറിയിക്കാൻ വയ്യാത്ത ഒന്നാണ്. വളരെ ക്ലേശകരമായ ഒരു ദൗത്യമാണ് ഈ പ്ലേ സ്കൂളിലെ ടീച്ചേഴ്സൊക്കെ ഫേസ് ചെയ്യുന്നത്. ഐ ഗോട്ട് ടു ഷോക്ക്. ഞാനിപ്പോൾ ആദ്യമായിട്ട് എന്തോ സ്കൂൾ തുറക്കുമ്പോൾ എനിക്ക് കുഞ്ഞുങ്ങളെയൊക്കെ കാണുന്നൊരാഗ്രഹം ഉണ്ടായി. അതിനു വേണ്ടി പോയപ്പോഴാണ് എനിക്ക് ഇങ്ങനെയുള്ള വിവരങ്ങൾ അറിയുന്നത്. വെരി ടാലൻറ്റഡ് ജോബ്. ഇറ്റ്സ് നോട്ട് ഈ നമ്മൾ TCC എഴുതി PhD എടുക്കുന്നതല്ല. ദിസ് ഈസ് ദ പ്ലേസ്
വേർ വി ക്യാൻ സീ ദ റിയാലിറ്റീസ്. അതുമല്ല, ഇന്നത്തെ കുഞ്ഞു കുട്ടികൾ ദ വെരി ക്ലവർ. അവരൊക്കെ ഷൂട്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻ നമുക്ക് പലപ്പോഴും അടിപതറിപ്പോകും. ആ കുട്ടികൾ തമ്മിൽ ഇൻട്രാക്ട് ചെയ്യുന്നത് ദേ ആർ വെരി കോമൺ. നമുക്കാരും ഒരു വലിയ സൗഹൃദത്തിലാണ് ഈ കുട്ടികൾ പരസ്പരം കാണുക. പക്ഷെ ആ സൗഹൃദം ഇവർ വളർന്ന് കഴിയുമ്പോൾ അത് മാറിപ്പോണതല്ലോ എന്നുള്ളൊരു ദുഃഖമാണ്. ഈ കുഞ്ഞുങ്ങളുടെ തന്നെ പല ഹോസ്റ്റലിലെ കുട്ടികളവിടെ വന്നു ചേരുന്നുണ്ട്. അവർക്ക് യാതൊരു ഇതുമില്ല. പക്ഷേ കുറച്ച് സമയം കഴിയുമ്പോൾ ഈ കുട്ടികൾ പല മതവിഭാഗക്കാരും അവരുടെ കേന്ദ്രങ്ങളിൽ വിട്ട് അതിൻ്റെ ആറ്റിറ്റ്യൂഡ് തന്നെ മാറ്റിമറിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. സോ ദയവ് ചെയ്ത മാതാപിതാക്കൾ ഇതിനെക്കുറിച്ച് ഒന്ന് ശ്രദ്ധിക്കുക. നമുക്ക് മതം വേണം, ആചാരങ്ങൾ വേണം, നമുക്കൊക്കെ വേണം, എല്ലാം വേണം. പക്ഷേ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവിയെ തകർത്ത് അവരുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തിക്കൊണ്ട് ഒന്നും നാം ചെയ്യാൻ പാടില്ല. കുട്ടികൾ, നിങ്ങൾക്കറിയാം, അമ്മമാരോട് നിങ്ങൾ സാധിച്ചാൽ നിങ്ങൾക്ക് ഒരു ദിവസം ആ കുട്ടികളുടെ ആ കളികളും ആ ശരികളൊക്കെ ഒന്ന് കാണുക. പക്ഷെ കാണുന്നെങ്കിൽ കഷ്ടിച്ച് ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെയാണ്. പിന്നെ അവരെല്ലാം നോർമലാകും. പിന്നെ അവർ ഒരു നോർമൽ ഫ്രണ്ട്ലി ഇങ്ങനെ കരച്ചിലും ബഹളമൊക്കെ ഒന്നും കാണത്തില്ല. അപ്പോൾ ഒരാഴ്ച കുറച്ച് സ്ട്രെയിനായിരിക്കും. ഈ കുട്ടികൾ അമ്മയെ വേർപിരിയുമ്പോഴുണ്ടാകുന്ന ഒരു വേദന, ഇതിൽ കണ്ണുനീർ ഒഴിക്കുന്ന അമ്മമാരുമുണ്ട്. മോളവിടെ എങ്ങനെ ഏതാണ് ഒരു വല്ലാത്ത ഒരു ബുദ്ധിമുട്ടുണ്ടാവും. മോളെങ്ങനെയാവൂ എന്തോ എങ്ങനെ. പക്ഷേ ആ അമ്മയുടെ സ്ഥാനത്താണ് ആ സ്കൂളിലെ ടീച്ചേഴ്സ് ഉള്ളത്. അവരുടെ അവരുടെ ആ ഒരു റെസ്പോൺസിബിലിറ്റി അൺബിലീവബിൾ, ഈസ് നോട്ട് എ സ്മോൾ തിങ്. എനിക്കാകെ പ്രധാനമായി എനിക്ക് പറയാനുള്ളത്, ഈ ഭരണപക്ഷത്തോടും പ്രതിപക്ഷത്തോടും സാധിച്ചാൽ നിങ്ങൾ ഒരു ദിവസം പോയി കുറച്ച് സമയം അവരുമായിട്ട് സ്പെൻഡ് ചെയ്യുക. അവരനുഭവിക്കുന്ന ആ വേദന, ടെൻഷൻ, അവരുടെ സൗമ്യത, ഓടിക്കളി എല്ലാം സഹിക്കാനുള്ളത്. ഈ കുട്ടികളിൽ ദേ ആർ കമ്മിങ് ഫ്രം ഡിഫറെൻറ്റ് കമ്മ്യൂണിറ്റിയിൽ നിന്ന് വരുന്ന കുട്ടികളാണ്, ഡിഫറെൻറ്റ് കൾച്ചറിൽ നിന്ന് വരുന്ന കുട്ടികളാണ്. ഇവരെല്ലാം ഏകോപിച്ച് ഒരു ലെവലിൽ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ വലിയൊരു ഒരു ദൗത്യമാണ് യഥാർത്ഥത്തിൽ. ഇറ്റ് ഈസ് നോട്ട് ഈസി. എല്ലാവരും കൊണ്ടും ഹാൻഡിൽ ചെയ്യാൻ ഒരു ഇതില്ല. അപ്പോൾ ഇത്രയും സ്ട്രെയിൻ എടുത്ത് ബേസിക്കായിട്ട് തന്നെ കുഞ്ഞുങ്ങളുടെ മോൾഡപ്പ് ചെയ്യുന്ന ഇവർക്ക് ഞാൻ കണ്ടെടുത്തോളം മനസ്സിലാക്കിയെടുത്തും അവർക്ക് അർഹിക്കുന്ന ബെനിഫിറ്റ് കിട്ടുന്നില്ല. ചെറിയൊരു സാലറിയാണ്, ഇറ്റ്സ് നോട്ട് എ ബിഗ് സാലറി. പക്ഷെ ഒന്ന് ഞാൻ പറയുന്നു, ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് കിട്ടേണ്ട ഇവർക്കാണ്. ഇവരല്ലേ യഥാർത്ഥത്തിൽ അച്ഛനും അമ്മയും കഴിഞ്ഞ് കുട്ടികളുടെ മോൾഡപ്പ് ചെയ്യുന്നത്. ഇവരിൽ കൂടിയാണല്ലോ കുട്ടികൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡ്, സെക്കൻഡ് ഇങ്ങനെ അങ്ങോട്ട് ചെക്കറിപ്പോണത്. അതിൻ്റെ ഒരു ബേസിക്കാണ് ഈ പ്രീ സ്കൂളെന്ന് പറയുന്നത്. അതിനെ നമ്മൾ വളരെ ശ്രദ്ധാപൂർവം കാണേണ്ടതാണ്. പ്രീ സ്കൂൾ ഒരുവിധം ഇപ്പോൾ ഉള്ള സ്കൂളിൽ ആൾമോസ്റ്റ് ഒത്തിരിയൊക്കെ സൗകര്യങ്ങളൊക്കെ അവർ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നല്ല ടീച്ചേഴ്സ് ഉണ്ട്. ഈ മോണ്ടിസേരി കോച്ച് ട്രെയിനിങ് കഴിഞ്ഞ ലേഡീസ്. പക്ഷേ അവരുടെ ക്ഷമ, നമ്മൾ ഏറ്റവും കൂടുതൽ ലോകത്തിന് അവാർഡ് കൊടുക്കണമെങ്കിൽ ഇവർക്കാണ്. ഈ പ്രീ സ്കൂളിലെ ടീച്ചേഴ്സിനാണ് അവർക്ക് ക്ഷമയുടെ അവാർഡ് കൊടുക്കേണ്ടത്. ഒന്ന് ശ്രദ്ധിക്കണം. ഏത് ഇതായിരുന്നാലും ഈ പ്രതിപക്ഷവും ഭരണപക്ഷവും ഇവരിലേക്ക് ഒന്ന് കണ്ണോടിക്കണം. അവരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കണം. അവർ രാഷ്ട്രത്തിന്, കുടുംബത്തിന്, കുട്ടികൾക്ക് എന്താണ് അവർ നൽകുന്നു എന്നോർത്താലും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റു മാതാപിതാക്കൾക്കും ഒന്ന് ഷെയർ ചെയ്യാം. കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ. ഞാൻ GK കുമ്പക്കാരൻ.